المدرسة الربانية. كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ഒരുക്കത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാൻ ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് സാലിം ബിൻ സഅദ് അത്വബീൽ ഹഫിളഹുല്ലാ രചിച്ച ഖൗലുൽ ഗഫാർ ഫി ശർഹി അസ്ഇലത്തിൻ വഅജ്വിബ ലിസ്സിഗാരി വലാ യസ്തഗ്നി അൻഹൽ കിബാർ എന്ന ഗ്രന്ഥമാണെന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ചോദ്യോത്തര രൂപത്തിൽ ശൈഖ് അവറുകൾ ഇതിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചു. അത് ഖബറിൽ ഒരാൾ വെക്കപ്പെട്ടാൽ മലക്ക് വന്ന് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ്, മൻ റബ്ബുക എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം അസ്സുആലു കാന ഐന അല്ലാഹു ജല്ല വഅല. അല്ലാഹു ജല്ല വഅല, പരിശുദ്ധനായ ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം അൽ ജവാബു അല്ലാഹു ജല്ല വഅല ഫിസ് സമാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിനു മീതെയാണ് എന്നുള്ളതാണ് അതിനുത്തരം. ഈ ചോദ്യവും ഉത്തരവും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം മലക്ക് ഖബറിൽ ചോദിക്കുന്നതാണെങ്കിൽ ഈ ചോദ്യം ഒരു വിശ്വാസിയുടെ വിശ്വാസം ശരിയാണോ എന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ഒരു ചോദ്യമാണ്. ഹദാ സുആൽ നബവിയ്യു സഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാരിയത്തെ. ഇത് നബവിയായ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ഒരു ചോദ്യമാണ്. ആരോടാണ് ചോദിച്ചത്? ഒരു ജാരിയത്തിനോട്, ഒരു അടിമ സ്ത്രീയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതാണ് ഈ ചോദ്യം, അള്ളാഹു എവിടെയാണ് എന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രസക്തമായ ചോദ്യമാണ്. കമാ സബത അൻ മുആവിയത ഇബ്നു അൽ ഹകം അസ്സലമി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ആ ചോദ്യത്തെ സംബന്ധിച്ച് മുആവിയത്ത് ബിൻ അൽ ഹകം റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. പല ആളുകളും ഈ ചോദ്യം ചോദിക്കുന്നതിന് ആക്ഷേപിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അഹ്ലുസുന്നയുടെ മുൻകഴിഞ്ഞിരിക്കുന്ന ഉലമാക്കൾ പഠിപ്പിച്ചത്, അതിന് നേരെ വിപരീതമായിട്ടുണ്ട്. പലപ്പോഴും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഹൈന്ദവ വിശ്വാസവും മറ്റുമെല്ലാം കലർന്നതായ പല മറുപടികളും ഇതിന് ആളുകൾ പറയപ്പോൾ, അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും ഹൃദയത്തിലാണ്. ധാരാളക്കണക്കിന് സൂഫികൾ പറയുന്നുണ്ട് അള്ളാഹു ഹൃദയത്തിലാണ്, മനുഷ്യരുടെ ഹൃദയത്തിലാണെന്ന് പറയലുണ്ട്.
വേറെ ചില ആളുകൾ പറയും അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട്. അള്ളാഹു അതിൽ നിന്നെല്ലാം വലിയ പ്രസിദ്ധനാണ്. വളരെ അപകടം പിടിച്ചിരിക്കുന്ന വാക്യങ്ങളാണത്. ഇവിടെ എവിടെയാണ് അള്ളാഹു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് അള്ളാഹു സമ. അള്ളാഹു ആകാശത്തിന് ഉപരിയിലാണ്. ഈ ഹദീസ് പ്രകാരമാണ് മുആവിദ് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകാനത്ത് ലി ജാരിയ, എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. തർആ ഗനമൻ ലി, എൻ്റെ ആടുകളെ എല്ലാം മേയ്ക്കുമായിരുന്നു. ദിബല ഉഹുദിൻ വൽ ജവ്വാനിയ, ഉഹദിലും ജവ്വാനിയ എന്ന് പറയുന്ന സ്ഥലത്തുമുള്ള എൻ്റെ ആടുകളെ മേയ്ക്കലായിരുന്നു അവരുടെ ജോലി. അങ്ങനെ ഒരിക്കൽ ഫത്തലഅതു ദാത യൗമിൻ ഫഇദ ദീബു ഖദ് ദഹബ ബിശാത്തിൻ മിൻ ഗനമിഹ, ഒരിക്കൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു ആടിനെ ഒരു ചെന്നായി പിടിച്ചു കൊണ്ടുപോയി. വാന റജുലുൻ മിൻ ബനി ആദം ആസഫു കമാ യുസിഫൂൻ, ഞാനാകട്ടെ ഒരു മനുഷ്യനാണ്, ആദമിൻ്റെ മക്കളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരുന്ന പോലെ എനിക്കും എന്ത് ചെയ്യും, ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നു. ലാക്കിൻ ഫഖത്തുഹ ഫക്ക, ഞാൻ അവർക്ക് എന്ത് ചെയ്തു, നല്ലൊരു അടി കൊടുത്തു ദേഷ്യം വന്നപ്പോൾ. ഫഅതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ എനിക്ക് ഖേദമുണ്ടായി. ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി പറഞ്ഞു, നബിയെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അടിമ സ്ത്രീ അടിച്ചു. ഫഅൗദോ മദാലിക അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വലിയ ഗുരുതരമായ ഗൗരവമുള്ള കാര്യമായിട്ട് എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് അഫലാ ഉഅതിഖുഹ, ഞാൻ ആ അടിമ സ്ത്രീയെ മോചിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചു. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തിനി ബിഹ, നീ അവളെ കൊണ്ടുവാ. ഫഅതൈതുഹു ബിഹ ഫഖാല ലാ, അങ്ങനെ ഞാൻ ആ അടിമ സ്ത്രീയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിച്ചു, ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചു. ഖാലത്ത്, അവൾ പറഞ്ഞു, ഫിസ്സമാഇ, ആകാശത്തിലാണ് എന്ന് പറഞ്ഞു. ഖാൽ, അപ്പോൾ നബി വീണ്ടും അടുത്ത ചോദ്യം ചോദിച്ചു, മൻ അന, ആരാണ് ഞാൻ എന്ന് ചോദിച്ചു. ഖാലത്ത് അൻത റസൂലുള്ളാഹ്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്തിഖ്ഹ ഫഇന്നഹ മുഅ്മിന, നീ അവളെ മോചിപ്പിച്ചേക്കുക, അവൾ മുഅ്മിനത്തായ ഒരു സ്ത്രീയാണ്, അവളെ അടിമമോചനം നടത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അവർ വിശ്വാസിനിയാണോ എന്ന് തിരിച്ചറിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം രണ്ടെണ്ണം ചോദിച്ചത്. അപ്പോൾ ഒരാളുടെ വിശ്വാസം അളക്കാൻ പറ്റുമാറ് വളരെ പ്രസക്തമായ ചോദ്യമാണിത്, അള്ളാഹുവോടെയാണ് എന്നുള്ള ചോദ്യം. എന്നിട്ട് കൂടി അടിസ്ഥാനപരമായ ചോദ്യത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, വഴിതെറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഫഖദ് ഷഹിദ ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഈമാൻ ലിഅന്നഹാ ഖാലത്ത് അല്ലാഹു ഫിസ്സ, അപ്പോൾ അള്ളാഹു ആകാശ ലോകത്താണ്, ആകാശത്തിന് മേലെയാണ് എന്നുള്ള മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിക്കുകയാണ്, അവൾ എന്താണ്, മുഅ്മിനത്താണ് എന്ന് പറയുകയാണ്. വശഹിദത്ത് ലിറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് എന്ത് ചെയ്തു, അവിടെ സാക്ഷ്യം വഹിച്ചപ്പോൾ ഈ രണ്ട് ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ അവർ മുഅ്മിനത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. മസ്അലത്തു ഉലൂവില്ലാഹി അസ്സ വജല്ല മസ്അലത്തുൻ അഖദിയ്യ അദീമ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഉലൂവ് എന്നുള്ള ഗുണം, അള്ളാഹു മേലെയായിരിക്കുന്നവനാണ്, അവൻ ഔന്നത്യത്തിലാണ് എന്നുള്ള ഈ മസ്അല, ഇത് വിശ്വാസപരമായ വളരെ ഗുരുതരമായ ഗൗരവമുള്ള ഒരു മസ്അലയാണ്. വല്ലദി യദുല്ലു അലാ ഇദമിഹ അന്ന ഉലൂവല്ലാഹി അസ്സ വജല്ല സാബിത്തുൻ ഫിൽ കിതാബി വസുന്നതി ബിഅക്തറ മിൻ അൽഫി ദലീൽ, എന്തുകൊണ്ടാണ് എത്ര ഗൗരവമുള്ളതായി മാറുന്നത്? ഗൗരവമുള്ളതായി മാറാൻ കാരണം ഇത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും 1000-ലധികം ദലീലുകളാൽ സ്ഥിരപ്പെട്ടതാണ്. അതാണ് അത്ഭുതം. 1000-ലധികം ദലീലുകളാൽ, തെളിവുകളാൽ സ്ഥിരപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഈ ഔന്നത്യമെന്നുള്ളതായ ഗുണം, വിശേഷണം സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. 1000-ലധികം തെളിവുണ്ട്. വൽ അദില്ലത്തു അലൈഹി മുതനവ്വിഅത്തുൻ വകസീറ, അതിൻ്റെ മേലുള്ള തെളിവുകൾ വൈവിധ്യങ്ങളാർന്നതാണ്, ധാരാളക്കണക്കിനുണ്ട് എന്നും ശേഖ് അവർ പറയുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, വലൗ ശിഅ്നാ ലഅതൈനാ അലാ ഹാദിഹിൽ മസ്അലതി ബിഅൽഫി ദലീൽ, നമുക്ക് വേണമെങ്കിൽ നാം ഉദ്ദേശിച്ചാൽ ഇതിന്
1000 ദലീലുകൾ എന്ത് ചെയ്യും ഈ മസാലയിൽ കൊണ്ടുവരും. ഇന്ന് അഹ്ലു സുന്നയുടെ മഹാനായ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്രയധികം സുവ്യക്തമായ പ്രകടമായ തെളിവുകളുള്ള ഒരു വിഷയമാണ് ഇത്. എന്നിട്ട് കൂടി നമുക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കാം അള്ളാഹു എവിടെയാണെന്ന്. ഇത്രയധികം തെളിവുകളുള്ള ഈ മസാലയിൽ വരെയും എന്താണ് ആളുകൾ അജ്ഞരാണ് എന്നുള്ളത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് ഈ തെളിവുകളുടെ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് മുസന്നിഫ് പറയുകയാണ്, ഫമിൻഹ അദില്ലത്തുൽ ഫൗഖിയ്യ, ചില തെളിവുകൾ അള്ളാഹു ഫൗക്കിലാണ്, മുകളിലാണ് എന്നറിയിക്കുന്ന തെളിവുകളാണ്. അദില്ലത്തുൽ ഇസ്തിവ, അള്ളാഹു അർശ് ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിവുകളുണ്ട്. അദില്ലത്തുൽ ഉലൂവി, അവൻ്റെ ഔന്നത്യത്തെ സംബന്ധിച്ചുള്ള തെളിവുകളുണ്ട്. അദില്ലത്തു കൗനിഹി ഫിസ്സമാ, അവൻ ആകാശത്തിന് മേലെയാണ് എന്നുള്ളതായ തെളിവുകളുണ്ട്. അദില്ലത്തുൻ നുസൂലി ഇലാ സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരൂ എന്ന് ഉള്ള രീതിയിലുള്ള തെളിവുകളുണ്ട്. അദില്ലത്തി ഇൻസാലിൽ കിതാബ്, കിതാബിൽ അള്ളാഹു ഇറക്കുന്നു, താഴേക്ക് ഇറക്കുന്നു എന്നുള്ള രീതിയിലുള്ള തെളിവുകളുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിനുണ്ട് വൈവിധ്യങ്ങൾ, തെളിവുകളുണ്ട് ഈ വിഷയത്തിൽ. അതിൽ ചില തെളിവുകൾ മുസന്നിഫ് കൊണ്ടുവരികയാണ്. അമ്മൽ അൻവാഉ, അപ്പോൾ ഈ ഇനങ്ങൾ ഫഹിയ, അത് അൽ ഉലൂ, ഒന്നാമത്തേത് അള്ളാഹു മേലെയാണ്, ഉന്നതനാണ് എന്നുള്ള തരത്തിൽ വന്നിരിക്കുന്ന തെളിവുകൾ. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വഹുവൽ അലിയുൽ അദീം, അവൻ അൽ അലിയു, അലിയാണ്, അദീമാണ്. നമുക്ക് സുപരിചിതമായ ആയത്താണ് സൂറത്തു അൽ ബഖറയിലെ ആയത്തുൽ കുർസിയിലെ 255 ആയതാണ് ആയത്തുൽ കുർസി. അതിൻ്റെ ഒടുക്കത്തിൽ പറയുവാൻ വഹുവൽ അലിയുൽ അദീം, അവൻ അലിയാണ്, അദീമാണ്. നിരന്തരം ഒരു വിശ്വാസം പാരായണം ചെയ്യുന്ന ആയത്താണ്. ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുമാണ്. ഇവിടെ അള്ളാഹു അൽ അലിയ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം അഹ്ലു സുന്നയുടെ പ്രമുഖരായ മുഫസ്സിറുകൾ, പൗരാണികരായ പ്രമുഖരായ മുഫസ്സിറുകൾ തന്നെ ഇനി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇമാം തൊബരി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. ഇവിടെ ഈ അൽ അലിയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽ അലിയു ദുൽ ഉലൂവി വൽ ഇർതിഫാ അലാ ഖൽഖിഹി ബിഖുദ്റതിഹി, തൻ്റെ കുദ്റത്ത് കൊണ്ട്, അപാരമായ കഴിവുകൊണ്ട് സൃഷ്ടികളുടെ എല്ലാം മേലെ ഉയർന്നവനാണ്, ഉന്നതനായവനാണ്, സൃഷ്ടികളുടെ മേലെയായവനാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചില ആളുകൾ ഇതിനെ വേറെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ അർത്ഥം ശരിയല്ല. യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, 7 ആകാശങ്ങൾക്കും മേലെയായവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇമാം തൊബരി റഹിമഹുല്ലാ വഴിപടച്ച ആളുകളുടെ വ്യാഖ്യാനങ്ങളെ തിരുത്തിക്കൊണ്ട് ഇതിന് വ്യാഖ്യാനം നൽകിയത. അവൻ മേലെയായവനാണ്, ഉന്നതനാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇമാം ബഗവി റഹിമഹുല്ലാ അതിന് നൽകിയ വ്യാഖ്യാനം എങ്ങനെയാണ്? അർ റഫീഉ ഫൗക ഖൽഖിഹി, സൃഷ്ടികളുടെ മേലെ ഉയർന്നവൻ എന്നുള്ള അർത്ഥത്തിനാണ്. വൽ മുതആലി അലി അഷ്യാഇ വൽ അന്ദാദ്, വസ്തുക്കളെ തൊട്ട്, അതേപോലെ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിച്ചവരെ സംബന്ധിച്ച് അവരെ തൊട്ട് എന്താണ് ഉയർന്ന മേലെയായവരാണ് എന്നുള്ള അർത്ഥമാണ് ഇമാം ബഗവിയും അതിന് നൽകിയിട്ടുണ്ട്. ധാരാളം വേറെ മുഫസ്സിരീങ്ങൾ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അതിനർത്ഥം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു തെളിവാണ് അൽ ഫൗഖിയ്യ, മുകളിലാണ്, ഫൗഖിലാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ആയാത്തുകൾ. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവർ അവരുടെ റബ്ബിനെ, മുകളിലുള്ളതായ റബ്ബിനെ അവരെന്ത് ചെയ്യുന്നു, പേടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ ഇതിന് നൽകിയ വ്യാഖ്യാനം അങ്ങനെ തന്നെയാണ്. ഇമാം സമആനി അഹ്ലു സുന്നയുടെ പ്രമുഖരായ മുഫസ്സിറാണ്, പൗരാണികനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതിന് 2 വ്യാഖ്യാനം, ആളുകൾ 2 രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം സമആനി പറയുകയാണ് വൽ ഖൗലു ത്വാനി വഹുവൽ അഫഹ്, ഇതിൽ രണ്ടാമത്തെ കൗലാണ്, അതാണെന്ത് ഏറ്റവും സഹീഹായ, ഏറ്റവും ശരിയായ കൗല് രണ്ടാമത്തേതാണ്. ഇന്നലെ രണ്ടാമത്തെ കൗല് ഏതാണെന്ന് പറയാണ്, അന്ന ഹാദിഹി സിഫത്തുൽ ഉലൂവി, ഇത് ഉലൂവ് എന്നുള്ള സിഫത്താണ് അവർ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു മേലെയായവനാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ വിശേഷണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലതി തഫറദല്ലാഹു ബിഹ, ആ വിശേഷണം കൊണ്ട് അള്ളാഹു ചെയ്തിരിക്കുന്നു, തനിച്ചിരിക്കുന്നു.
അതവൻ്റെ പ്രത്യേകമായിരിക്കുന്നതായ ഗുണമാണ്. അവൻ മുകളിലായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു തെളിവ് അൽ ഇസ്തിവാ അലൽ അർശ്, അർശിന് മേൽ ഇസ്തിവ ആയിരിക്കുന്നു എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന തെളിവുകളാണ്. അർശ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. 7 ആകാശങ്ങൾക്കപ്പുറമാണ് അർശുള്ളത്. 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ കുർസിയുണ്ട്. കുർസിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വസിഅ കുർസിയ്യുഹു സ്സമാവാതു വൽ അർദ്. അവൻ്റെ കുർസിയെ തന്നെ ആകാശങ്ങളെ ഭൂമിയെ കണ്ട് വിശാലമാണ്. അത്രത്തോളം വലിപ്പമുണ്ട് എന്തിന്? അള്ളാഹുവിൻ്റെ കുർസിയിന്. ആ കുർസിയിന് മേലെയാണിത് അർശുള്ളത്. ആ അർശിൽ അള്ളാഹു ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആയാത്തുകളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ് എന്നുള്ളത്. അതിൻ്റെ മേലെയാണ് അള്ളാഹു അൽ ഇസ്തിവാഉ അലൽ അർശ്. അള്ളാഹു പറഞ്ഞു, വദ്ദലീലു ഖൗലുഹു തആല അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാനായ അള്ളാഹു അർശ് ഇസ്തിവ ചെയ്തിരിക്കുന്നു. ഇമാം തൊബരി അതിന് നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്, വ ഔലൽ മആനി, ഇതിൻ്റെ അർത്ഥങ്ങളിൽ ഏറ്റവും നല്ല ഉചിതമായ അർത്ഥം, ബിഖൗലില്ലാഹി ജല്ല സനാഉഹു തുമ്മ സ്തവ ഇല സ്സമാഇ ഫസവ്വാഹു, അള്ളാഹു ആകാശത്തിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്നുള്ള ഈ ആയത്തിന് വ്യാഖ്യാനിക്കുന്നത് ഇമാം തൊബരി പറയുകയാണ്, അലാ അലൈഹിന്ന വർത്തഫ, അതിൻ്റെ മേലെയായിരിക്കുന്നു, അതിൻ്റെ മേലെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ മദീനയിലെ ഇമാമാണ്. അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ ഒരിക്കൽ ദർസ് നടത്തുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാ പലതാഴ്ത്തിയിരുന്നു എന്നാണ് കുറേ നേരം. നെറ്റിത്തളമെല്ലാം ഒഴി കുറച്ച് കഴിഞ്ഞ് തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം ഗൈറു മഅഖൂൽ. ഇസ്തിവ എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണോ? അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ടേമല്ല. ഇസ്തിവ എന്നുള്ള അറബി ഭാഷയിൽ അറിയപ്പെട്ട ഒരു പദമാണ്. മേലെയാവുക, അല ഇർത്തഫ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ വൽ കൈഫ് മജ്ഹൂൽ, എങ്ങനെയാണ് അള്ളാഹു അതിൻ്റെ മേലെയായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ രൂപം എന്താണെന്ന് അറിയില്ല. അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ച് ചോദിക്കുക, എങ്ങനെയാണ് അതെന്ന് ചോദിക്കുക എന്നുള്ളത് ബിദ്അത്തുമാണ്. കാരണം ഇത് അവതരിപ്പിച്ചത് സഹാബികളുടെ മേലാണ്, അവരാരും ചെയ്തിട്ടില്ല, അത് ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് അള്ളാഹു അർശിൻ്റെ മേലെ ആയിരിക്കുക? അപ്പോൾ അള്ളാഹുവിന് കാല് വേണ്ടേ, അള്ളാഹുവിന് കുട വേണ്ടേ ഒന്നും ആരും ചോദിച്ചിട്ടില്ല, സഹാബികൾ ചോദിച്ചിട്ടില്ല. അവർ അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കുന്നത് നിർബന്ധവുമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു. എന്നിട്ട് ഈ ചോദ്യകർത്താവാണ് പുറത്താക്കിയെന്നാണ്, ദർസിൽ നിന്ന് പുറത്താക്കിയിട്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇതുപോലുള്ള സിഫത്തുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. ഇനി മറ്റൊരു തെളിവ്, നുസൂലുഹു ഇല സമാഇ ദുനിയ, അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരൂ എന്നുള്ള രീതിയിലുള്ള തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തി ഇല സമാഇ ദുനിയ, നമ്മുടെ റബ്ബ് തബാറക വ തആല എല്ലാ രാത്രികളിലും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥിരപ്പെട്ട ഹദീസാണ്. അപ്പോൾ ഇറങ്ങി വരിക എന്നുള്ളത് എവിടെ നിന്നാണ്? താഴെ മുകളിലേക്ക് ഇറങ്ങുകയില്ല. അപ്പോൾ ഇറങ്ങി വരിക എന്നുള്ളത് മുകളിൽ നിന്ന് താഴത്തിറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റബ്ബ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരൂ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്താണ്? ഉന്നതിയിലാണ്, മുകളിലുള്ളവനാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല, നമ്മുടെ ബുദ്ധിയിൽ പെടാത്ത കാര്യമാണ്, വിശദീകരിക്കപ്പെടാത്ത കാര്യമാണ്. ഇതുപോലുള്ള സിഫാത്തുകൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് അഹ്ലുസ് സുന്നയുടെ രീതി. അതുപോലെ ഇൻസാലി കിതാബിന് ഇറക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. കമാ ഫീ ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്യത്തിലുള്ളത് പോലെ, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം, അസീസും ഹക്കീമുമായ അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണം ഇറക്കിയതാണ് പരിശുദ്ധ കിതാബ് അൽ ഖുർആൻ. ഇത് ഇറക്കുക എന്നത് അവിടെ നാം മുകളിൽ താഴേക്കാണ് ഇറക്കുക. അപ്പോൾ കിതാബുകളെ അള്ളാഹു ഇറക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു മുകളിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
മറ്റൊരു രീതിയുടെ തെളിവ് സുഊദുൽ കലിമ ത്വയ്യിബ് ഇലൈ, അൽ കലിമ ത്വയ്യിബ് ഇത് അള്ളാഹുവിങ്കലേക്ക് ഉയർന്നു പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നത് കാണാം, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു, അവനിലേക്ക് നഖഹരക്കണ്ടോ പ്രവേശണ്ട അവനിലേക്ക് അത് കരി ഒരിക്കൽ ഉദയുന്നു ഉയർന്നു അയസിൽ പോവും. അപ്പൊ ഇവിടെ കരിമു പൊറ്റിതായിരുന്നു മദീനത്താ അല്ലെങ്കിൽ അടുത്തവർ പറയുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന വാക്യങ്ങളാണ്. അല്ലെങ്കിൽ മനുഷ്യൻ പറയുന്ന നല്ല കരിമത്തില് ഇത് അള്ളാഹുവിലേക്ക് ഉയർന്നു പോകും, കയറി പോകും എന്ന് ആര് പറയുന്നുണ്ട്? പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഇവിടെ കയറി പോകണമെങ്കിൽ ഇത് എവിടെയാണ്? അള്ളാഹു ഏഴാകാശത്തിനപ്പുറത്ത് മുകളിലാണ്. ഇതൊക്കെ വ്യക്തമായ തെളിവാണ്. അതേപോലെ ഏഴാമത്തെ ഒരു ഇനം തെളിവ് അന്നഹു കതബ കിതാബൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എഴുത്തെഴുതിയിട്ടുണ്ട്. ഫഹുവ ഇൻദഹു ഫൗകൽ അർശി, എവിടെയാണത് എഴുതിയത്? അർശിന് മേലെ അള്ളാഹുവിന്റെ അടുക്കലാണത് എഴുതിയത്. ഹദീസ് പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലമ്മാ ഖളൽ ഖൽഖ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ കതബ ഇൻദഹു, അള്ളാഹു അവന്റെ അടുക്കൽ എഴുതി, ഫൗക അർശിനി, അർശിന്റെ മേലെയായിട്ട്, ഇല്ല റഹ്മതി സബഖത് ഗളബി എന്നെഴുതി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുകയാണ്. ഇത് എഴുതിയത് എവിടെയാണ്? അർശിന്റെ മേലെയാണ്. അർശ് ഏഴാകാശങ്ങൾക്ക് പുറത്താണ്. അതിനെ സംബന്ധിച്ച് ഹദീസ് ഇൻദഹു എന്നാ പറഞ്ഞത്, അള്ളാഹു അവന്റെ അടുക്കൽ എഴുതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസു അതിലേക്ക് അറിയിക്കുന്നുണ്ട്. അതേപോലെ എട്ടാമത് മറ്റൊരു തെളിവ് റഫ്ഉ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇലൈ, ഈസ അലൈഹിസ്സലാമിനെ അള്ളാഹു അവനിലേക്ക് എത്തിയതു, ഉയർത്തിക്കൊണ്ടുപോയി എന്നുള്ള തെളിവ്. അള്ളാഹു പറഞ്ഞതുപോലെ ഇദ് ഖാലല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ, അള്ളാഹു പറഞ്ഞ സന്ദർഭം, അല്ലയോ ഈസ താങ്കളെ നാം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്, വറാഫിഉക ഇലയ്യ, താങ്കളെ നമ്മിലേക്ക് നാം അതിരിക്കുന്നു, ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഈസ അലൈഹിസ്സലാം അള്ളാഹു ചെയ്തു ആകാശലോകത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതും അതിനുള്ള തെളിവാണ്. അതേപോലെ മറ്റൊന്ന് ഉറൂജുൽ മലായികത്തി വറൂഹ് ഇലൈ, മലായികത്തും ജിബ്രീൽ അലൈഹിസ്സലാമും എല്ലാം എന്ത് ചെയ്യുന്നു? അള്ളാഹുവിലേക്ക് മുകളിലേക്ക് കയറി പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തഅറുജുൽ മലായികത്തു വറൂഹു, മലായികത്തും അതേപോലെ തന്നെ അർ-റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നു? കയറി പോകുന്നു ഇലൈഹി, അള്ളാഹുവിലേക്ക്. ഫീ യൗമിൻ കാന ഖദറുഹു 50 അൽഫ സന, ഒരു ദിവസം 50,000 വർഷങ്ങളുടെ വലിപ്പമുള്ളതായ ഒരു ദിവസം. അപ്പോഴും മലായികത്തിന്റെ കയറിപ്പോക്കിനെ സംബന്ധിച്ച് പറയാണ്, ഉയർന്ന മുകളിലേക്കാണ് പോകുന്നത്, അള്ളാഹുലേക്ക് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. പത്താമത്തെ ദലീല് ദലാലത്തി ഇസ്മിഹി അല്ലാഹു അലാ ഉലൂമിഹി വ ഫൗഖിയതി, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ് അൽ-ബാഹിർ എന്നുള്ളത്. ഖുർആൻ പഠിപ്പിച്ച പേരാണ് അള്ളാഹുവിന്റെ. ഈ അൽ-ബാഹിർ എന്നുള്ള ഇസ്മ ഔന്നത്യത്തെ അറിയിക്കുന്നതാണ്, അള്ളാഹു മുകളിലാണ് എന്ന് തന്നെ അറിയിക്കുന്നത്. കാരണം വഖദ് ഖസ്സറഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ-ബാഹിർ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. എന്താണ് പറയുന്നത്? നബി പറഞ്ഞു, പറഞ്ഞു വഅന്തൽ-ബാഹിറു, അള്ളാഹുവേ നീ അൽ-ബാഹിറാണ്, അതായത് ഫലൈസ ഫൗകക ശൈഉൻ, അതായത് നിന്റെ മേലെ ഇതില്ല, ഒന്നും തന്നെ ഇല്ല, നീയാണ് ഏറ്റവും മേലെയുള്ളവൻ. അപ്പൊ അൽ-ബാഹിർ എന്നുള്ളതിന്റെ അർത്ഥം നീ ഏറ്റവും മേലെയായവനാണ് എന്നുള്ളതാണ്. വൽ-ദുഹൂറു ബിമഅന അൽ-ഫൗഖിയ്യ, അപ്പോൾ ഇവിടെ അൽ-ദുഹൂർ എന്നുള്ളത് ഫൗഖിയ്യത്ത്, മേലെയാണ് എന്നുള്ളതിനെ അറിയിക്കുന്ന അർത്ഥമാണ്. വൽ ഫൗഖിയ്യത്തു തകൂനു ഫൗഖിയ്യത്ത ദാത്തി, അപ്പോൾ ഇവിടെ മേലെ എന്നുള്ളതിന്റെ വിവക്ഷ അള്ളാഹുവിന്റെ അസ്തിത്വം മേലെയാണ്. ഫൗഖിയ്യത്ത സിഫാത്തി, അതേപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഔന്നത്യമുള്ളതാണ്. ഫൗഖിയ്യത്തൽ ഖഹ്രി, അള്ളാഹുവിന്റെ ആധിപത്യവും എന്താണ്? ഏറ്റവും ഉന്നതമാണ്. ഒന്നും മൂന്നർത്ഥവും ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട്. അള്ളാഹു അവന്റെ അസ്തിത്വം ഏറ്റവും ഉയരത്തിലാണ്, അള്ളാഹുവിന്റെ ഗുണങ്ങൾ വിശേഷണങ്ങൾ എന്താണ്? ഏറ്റവും ഉന്നതിയിലുള്ളതാണ്, അള്ളാഹുവിന്റെ ആധിപത്യവും അങ്ങനെ തന്നെ എന്നുള്ള മൂന്ന് രീതിയിലുള്ള അർത്ഥവും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്.
അതേപോലെ തന്നെ 11ാമത്തെ മറ്റു തെളിവ് അന്നഹു ഫിസ് സമാഇ, അവൻ ആകാശത്തിന് മേലെയാണ് എന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്ന തെളിവുകളുണ്ട്. കമാ ഫീ ഖൗലിഹി തആല, അല്ലാഹു തആല പറയുന്നു, അഅമിൻതും മൻ ഫിസ് സമാ, നിങ്ങൾ നിർഭയനായിരിക്കുകയാണോ, നിങ്ങൾക്കൊരു പേടിയുമില്ലേ, ആരെ സംബന്ധിച്ച്, മൻ ഫിസ് സമാഇ, ആകാശത്തിൻ്റെ മേലെ ഉള്ളവനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു ചോദിക്കുന്നത്. ആകാശത്തിലുള്ളവനെ സംബന്ധിച്ച്, ആകാശത്തിൻ്റെ മേലെയുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയനായിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ഫിസ്സമാ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ ചോദ്യം, ഈ വാക്യം, അതിലുള്ള പി ഹർഫു ജരി ഫീ ലൈസത്തിൽ വർപ്പിയ, ആകാശത്തിൽ എന്ന അർഫം നൽകുന്ന വർപ്പിയ, പിന്നെ പി അല്ല. സാധാരണ പി ആണ് ഉപയോഗിക്കലുള്ളത്. ഫിൽ ജയ്ദ്, പോക്കറ്റിൽ, അല്ലെങ്കിൽ ഫിൽ ഹഖീഖ, ബാഗിങ് എന്നൊക്കെയുള്ള അർത്ഥത്തിന് വരിലുണ്ട്. അപ്പോൾ ആകാശത്തിൽ എന്നുള്ള അർത്ഥമല്ല അവിടെ ഉള്ളത്. അവിടെയുള്ള അർത്ഥം ഇന്നമാ ഹിയ ബിമാന അല, അതിൻ്റെ മേലെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പി എന്നുള്ള അർത്ഥം ബാക്കി അവിടെ ആകാശത്തിന് മേലെ എന്നുള്ള അർത്ഥമാണ്. കാരണം അറബി ഭാഷയിലുമുണ്ട് ആ ഒരു പ്രയോഗമുണ്ട്. വല ഉസല്ലിബന്നകും ഫീ ദുബൂഇൻ നഖൽ, നിങ്ങളെ ഞാൻ ഈത്തപ്പനയുടെ മടലുകളിൽ എന്ത് പൂശിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ മടലിൻ്റെ ഉള്ളിലല്ല, അതിനെവിടെയാണ്, ഈത്തപ്പനയുടെ മടലിൻ്റെ മേലെയായിട്ട് പൂശിയിൽ. അവിടെ തീ ദുബൂഇ എന്ന് പറഞ്ഞാൽ ആ ഈത്തപ്പന മടലിൻ്റെ ഉള്ളിലല്ല, പിന്നെ എവിടെയാണോ, അതിൻ്റെ മേലെ എന്നുള്ള ഇതിനാണ്. അപ്പോൾ ഇത് സമാനം എന്ന് പറഞ്ഞാൽ ആകാശത്തിനുള്ളിൽ എന്നുള്ള അർത്ഥത്തിനല്ല, പിന്നെ എന്താണ്, ആകാശത്തിൻ്റെ മീതെ എന്നുള്ള അർത്ഥത്തിനാണ്. ഐ അരാബിബു ഇന്നഹൽ, ഈത്തപ്പന മടലിൻ്റെ മേലെ എന്നുള്ള ഇതുപോലെ. അതേപോലെ തന്നെ ഖുർആനിൽ മറ്റൊരു ആയത്തിലാണ് കുൽ സീറൂ ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചോ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിലൂടെ ആയില്ല, ഭൂമിയുടെ പരപ്പിലൂടെ മേലെ നിങ്ങൾ എന്ത് ചെയ്തോ, സഞ്ചരിച്ചു. അപ്പോൾ ഫി എന്നുള്ളതിന് അർത്ഥം എന്താണ്, മേലെ എന്നുള്ള അർത്ഥത്തിനാണ്. ഐ അലൽ അർദി. അതേപോലെ തന്നെ വലിസ്സലഫി ഖൗലുൻ ആഖർ, ഈ ഫിസ്സമാഹ് എന്നുള്ളതിൽ മറ്റൊരർത്ഥവും മുൻഗാമികളായ സലഫുകൾ നൽകിയിട്ടുണ്ട്. അത് പ്രകാരമാണ് ഫഖദ് ഫസ്സറൂ ഖൗലഹു തആല ഫിസ്സമാ, ഫിസ്സമാ എന്നുള്ള ഈ വാക്യത്തെ സലഫുകൾ മറ്റൊരു വ്യാഖ്യാനം നൽകിയത് ഐക്കിൽ ഉലൂവ്, മേലെയായവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അള്ളാഹു ഫിസ്സമാ എന്ന് പറഞ്ഞാൽ അള്ളാഹു എവിടെയാണ്, മേലെയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ഫഷൈഉൽ ആലി യുഖാലു അൻഹു സമാ, മേലെയുള്ള ഏത് വസ്തുവിന് എന്ന് പറയും സമാ എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല മേഘങ്ങളെ സംബന്ധിച്ച് എന്ന് പറയുന്നുണ്ട്, സമാ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്, വഅൻസൽനാ മിനസ് സമാഇ മഅൻ തഹൂറ, നാം അസ്സമായിൽ നിന്ന് ശുദ്ധമായ ജലത്തെ ഇറക്കി എന്ന് പറഞ്ഞാൽ മേഘത്തിൽ നിന്ന് എന്നാണ്. അപ്പോൾ മേഘം മേലെയാണ്, അതുകൊണ്ട് മേഘത്തെ എന്ന് പറഞ്ഞു സമാ എന്ന് പറയാം. മേലെ ഉള്ള ഏതിരെങ്കിലും എന്ന് പറയും സമാ എന്ന് പറയും. അപ്പോൾ ഫിസ്സമാ എന്ന് പറഞ്ഞാൽ മേലെയുള്ളവൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വഹാദാലി തഫ്സീറാലും ഇഖ്തിലാഫി തനവ്വുഇ, അപ്പോൾ ഈ പറഞ്ഞ രണ്ട് തഫ്സീറും, ആകാശത്തിന് മേലെയാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവൻ മേലെയാണ് എന്ന് പറഞ്ഞാൽ, രണ്ടും എന്താണ്, വൈവിധ്യമായ വ്യാഖ്യാനമാണ്. ഒന്നും വേറൊന്നിലൂടെന്തല്ല, ഇതിലല്ലാത്ത ഒരു വ്യാഖ്യാനമാണ്. വലൈസ മിൻ ഇഖ്തിലാഫി തവാദി, വൈവിധ്യമായ ഒരു എന്തല്ല, രണ്ട് വ്യാഖ്യാനങ്ങളല്ല. അപ്പോൾ ഇമ്മ യകൂന മഅന ഫിസ്സമാഇ ഐ അലസ്സമാ, അപ്പോൾ ഫിസ്സമാ എന്ന് പറഞ്ഞാൽ അതിന് ഒന്നുകിൽ ആകാശത്തിന് മേലെ എന്ന് പറയാം, വയുറാദു ബിസ്സമായി അസ്സമാവാത്തുൽ മബ്നിയത്തു സബ്വശദ, അപ്പോൾ അവിടെ ആകാശത്തിന് മേലെ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു നിർമ്മിച്ചിരിക്കുന്ന 7 ശക്തമായ എന്താണ്, ആകാശങ്ങളുടെ അപ്പുറം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതല്ല ഇതിൽ മറ്റൊരു അർത്ഥം ഫിസ്സമാ എന്നുള്ളതിന് ഐഫിൽ ഒലുവി, അവൻ എവിടെയാണ്, മേലെയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. വക്കിലാഹുമാ രണ്ടും എന്താണ്, ശരിയായ അർത്ഥമാണ്. ഇനി മുസബിഖ് പറയുകയാണ്, വഖദ് ജാഅത്ത് സുന്നത്തു ബി അൻവാഇഹാ അസ്സലാസ അൽ ഖൗലിയ്യ വൽ ഫിഅലിയ്യ വതഖരീരിയ്യ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. നബിയുടെ സുന്നത്ത് സാധാരണ രീതിയിൽ അത് ഖൗലിയായതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകളുണ്ട്. ഫിഅലിയായതുണ്ട്, നബി കാണിച്ചു തരുന്ന എന്തുണ്ട്, സുന്നത്തുകളുണ്ട്, പ്രവർത്തിച്ച് കാണിച്ചു തരുന്ന സുന്നത്ത്. അതേപോലെ തഖരീരിയ്യത്തുണ്ട്, നബിയുടെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നബി അതിന് എന്ത് ചെയ്തു, സമ്മതിച്ചാൽ അത് തഖരീരിയായ സുന്നത്താണ്. ഈ 3 രീതിയിലുമുള്ള സുന്നത്ത് ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്,
അള്ളാഹുവിൻ്റെ ഔന്നിത്യം സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഏതാണത്? ഖൗലിയായ സുന്നത്ത് പ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. റഹ്മാനായ അള്ളാഹു കരുണ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും? അവൻ കരുണ ചെയ്യും. ആരാണോ കരുണ ചെയ്യുന്നവൻ അവർക്ക് റഹ്മാനായ അള്ളാഹു കരുണ ചെയ്യും. അതുകൊണ്ട് ഇർഹമു ഫില്ലാഹ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്തോ? കരുണ കാണിച്ചോ. എങ്കിൽ യർഹംകും മൻ ഫിസ്സമാ, ആകാശത്തിലുള്ളവൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതാക്കി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലാണ്. അപ്പോൾ ഖൗലിയായ സുന്നത്ത് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു. അള്ളാഹു ആകാശത്താണ്. അതുപോലെ ഫിഅലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായ തെളിവുണ്ട് ഈ വിഷയത്തിൽ സുന്നത്തിന്. ഏതാണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസം ഹജ്ജത്തുൽ വദാഇൽ അവിടെ കൂടിയിരുന്ന മനുഷ്യരെ 1,00,000-ലധികം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഹൽ ബല്ലഗതു, ഞാൻ എൻ്റെ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ഖുൽനാ നഅം, ഞങ്ങളെല്ലാവരും പറഞ്ഞു, അതേ നബിയെ, താങ്കൾ എത്തിച്ചു തന്നിരിക്കുന്നു. ഖാല, നബി പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, ആകാശത്തേക്ക് ചെയ്തു വലിയൊരു യുഷീറു ഇലസ്സമാ, ആകാശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അള്ളാഹുവേ നീ ഇതിന് സാക്ഷിയാണ്. ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹുമ്മ എന്ന് വിളിച്ചത്. ഇത് നബിയുടെ പ്രവർത്തിയാണ്. അള്ളാഹു ആകാശത്ത് ലോകത്താണ്, ഉപരിലോകത്താണ് എന്നുള്ളതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ പല സന്ദർഭത്തിലും നീയുമായിട്ട് ആകാശത്തേക്ക് നോക്കുമായിരുന്നു. അത് അള്ളാഹു ഉപരിലോകത്താണ് എന്നുള്ളത് കൊണ്ടുള്ള അർത്ഥമാണ് എന്ന് ദീപൻ അതിനെ വ്യാഖ്യാനിക്കുന്ന ഉലമാക്കൾ പറയുന്നുണ്ട്. അതുപോലെ തഖദീരിയായ സുന്നത്തും ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിരുന്നതാണ്. നേരത്തെ കഴിഞ്ഞു പോയതുപോലെ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ആദ്യം സ്ത്രീയോട് ചോദിച്ചു, അള്ളാഹു എവിടെയാണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്താണ്? ഫിസ്സമാ എന്ന് പറഞ്ഞപ്പോൾ നബി അംഗീകരിച്ചു. അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? തിരുത്തി കൊടുക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തില്ല, അവൻ ഇന്നലത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അള്ളാഹു ഉപരിലോകത്താണ്, അല്ലെങ്കിൽ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അർശിന് മേലെയായിരിക്കുന്നവനാണ് എന്നുള്ളതാണ് അഹ്ലു സുന്ന ആ വിഷയത്തിൽ പഠിപ്പിച്ചിരിക്കുന്നതായ മറുപടി. ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഈ ഗ്രന്ഥത്തിൽ. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ മക്കളെ അടക്കം എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ? പുതുതലമുറ വരുമ്പോൾ അവരെ ഈ അക്കീദ പഠിപ്പിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വളർത്തേണ്ടത്. അള്ളാഹു എവിടെയാണെന്ന് ചെറിയ കുട്ടികളോട് ചോദിക്കുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു ഫിസ്സമാ എന്ന് പഠിപ്പിച്ച് വളർത്തേണ്ടതുണ്ട്. കാരണം ഒരാൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയാൻ മാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണത്. അസ്സുആലു സാലിസ്, മൂന്നാമത്തെ ചോദ്യം, മാ ഹഖുല്ലാഹി തആല അലൽ ഇബാദ, അള്ളാഹുവിൻ്റെ അവകാശം എന്താണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അടിമകൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട അടിമകളുടെ ബാധ്യത ഏതാണ്? അള്ളാഹുവിന് ചില അവകാശം കിട്ടേണ്ടതുണ്ട്, അടിമകളുടെ മേൽ ചില ബാധ്യതകളുണ്ട്. അതേതാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അൽ ജവാബു അൻ യഅ്ബുദൂ വലാ യുശ്രികൂ ബിഹി ഷൈഅ, ഒരടിമ അള്ളാഹുവിനോട് പുലർത്തേണ്ട അവൻ്റെ ബാധ്യത അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക, ഇത് അള്ളാഹുവിന് കിട്ടേണ്ട അവകാശമാണ്. അടിമകൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യണം. അത് അടിമകളുടെ മേലുള്ള ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയുമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അടുത്തതായി മുസന്നിഫ് വ്യാഖ്യാനിക്കുന്നത്. ഹാദാ സുആലുൻ നബവി, ഇതും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദിക്കാനുണ്ടായ സന്ദർഭം ഇങ്ങനെയാണ്. ഫഅഅദമു ഹഖ്ഖിൻ ലില്ലാഹി തആല അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിന് കിട്ടേണ്ട ധാരാളം അവകാശങ്ങളുണ്ട്, സൃഷ്ടികളുടെ മേൽ ധാരാളം ബാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും ആപമായതോ ഏറ്റവും ഗൗരവമേറിയ സൃഷ്ടികളുടെ ബാധ്യത അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. في حديث كما في حديث معاذ بن جبل رضي الله عنه, معاذ بن جبل റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് വ്യക്തമാണ്. ഹദീസ് പ്രകാരമാണ്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ബൈനമാ അന റദീഫുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റദീഫായിരിക്കെ. റദീഫ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ പിന്നിൽ സഞ്ചരിക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മൃഗത്തിൻ്റെ മേലെ സഞ്ചരിക്കുന്നു, മുആദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിരിക്കും? പിന്നിലിരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ലൈസ ബൈനി വബൈനഹു ഇല്ലാ ആസിറത്തുർ റഹിൽ, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ ആസിറത്തുർ റഹിൽ അല്ലാതെയില്ല. ആസിറത്തുർ റഹിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും?
ഒട്ടകക്കട്ടിൽ ഇങ്ങനെ വെക്കും. അതിൻ്റെ ഒട്ടകത്തിൻ്റെ മേലെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒന്നാണ് ഒട്ടകപ്പെട്ടുക. അതിൻ്റെ പുറഭാഗം ചെയ്തിട്ടുണ്ടാവും, കുറച്ചിങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടാവും. ഒരു മുഴത്തിൻ്റെ ഒരു 2 ഭാഗം ഉയരമുള്ള ഒരു വസ്തു ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇരിക്കുന്നതിന് സുഖത്തിന് വേണ്ടി പൊക്കി വെച്ചിട്ടുണ്ടാവും, ഉയർത്തി വെച്ചിട്ടുണ്ടാവും. അതിനാണ് ആഖിറത്തുർ റഹൻ എന്ന് പറയുന്നത്. അതല്ലാതെ എൻ്റെ ഈ നബിയുടെ ഇടയിൽ വേറെ ഒന്നുമില്ല. അങ്ങനെ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് എന്ന് വിളിച്ചു. അബൂ ഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദി. ഉത്തരം നൽകി. നബി ഇതാ മറുപടി പറയുന്നു. സന്തോഷത്തോടെ മറുപടി പറയുന്നതിനാണ് താങ്കൾ പറയുന്നത്, കേൾക്കാൻ ഞാൻ സന്നദ്ധനാണ്, അനുസരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ സുമ്മ സാറ സാ കുറേ നേരം കഴിഞ്ഞു, ഒന്നും പറഞ്ഞില്ല നബി. സുമ്മ ഖാല യാ മുആദ്, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, അല്ലയോ മുആദേ. അപ്പോൾ ഖുൽതു ലബ്ബൈക റസൂലല്ലാഹ് വസഅദൈക, അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ ഇതാ ഉത്തരം പറയുന്നു എന്ന് പറഞ്ഞു. സുമ്മ സാറ സാ, പിന്നെയും കുറെ സഞ്ചരിച്ചു, ഒന്നും പറഞ്ഞില്ല. സുമ്മ ഖാല, പിന്നെ വീണ്ടും പറഞ്ഞു, യാ മുആദ് ഇബ്നു ജബൽ. ഖുൽതു ലബ്ബൈക റസൂലല്ലാഹ് വസഅദൈക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, മുആദേ. അപ്പോൾ പറഞ്ഞു, നബിയെ അല്ലാഹുവിൻ്റെ റസൂൽ ഞാൻ ഉത്തരം പറയുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലാ ഇബാദി. ഒരടിമ അള്ളാഹുവിന് കൊടുക്കേണ്ട അള്ളാഹുവിൻ്റെ അവകാശം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും നല്ല രീതി അറിയുന്നവൻ. ഖാൽ, അപ്പോൾ നബി പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. ഒരടിമയുടെ മേലുള്ള അവൻ്റെ ബാധ്യത അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്, അള്ളാഹുവിൽ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദഅവത്തിൽ ഉടനീളം ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യും. ഇതിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക, ശിർക്ക് ചെയ്യാതിരിക്കുക. തുമ്മ സാറ സാ, പിന്നെയും കുറേ നേരം സഞ്ചരിച്ചു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, യാ മുആദ് ഇബ്നു ജബൽ, അല്ലയോ മുആദ് ഇബ്നു ജബൽ. ഖുൽതു ലബ്ബൈക റസൂലല്ലാഹ് വസഅദൈക. മറുപടി പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഹൽ തദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി ഇദാ ഫഅലു. അവർ അവരുടെ ബാധ്യത നിർവഹിച്ച അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്താൽ അവർക്ക് ലഭിക്കാനുള്ള അവകാശം എന്താണെന്ന് എനിക്കറിയാനാണ്. അടിമകൾക്ക് ലഭിക്കാനുള്ള അവകാശം എന്താണെന്ന് അറിയണോ? പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദിബു. ആരാണ് ഇപ്രകാരം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ, ശിർക്ക് ചെയ്യാത്തവർ, അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് അവർക്ക് ലഭിക്കാനുള്ള അവകാശമാണത്. അത് അള്ളാഹുവിൻ്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. ശിർക്ക് ചെയ്യാത്തവരെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹു എന്ത് ചെയ്യും? ശിക്ഷിക്കുകയില്ല എന്നുള്ളത്. ഇവിടെ ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യാൻ, ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇതാണ് അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം, അടിമകളുടെ മേലുള്ള ബാധ്യതയാണ്. ഹാദാ ഹഖ്ഖുൻ ഔജബഹുല്ലാഹു അലൈനാ. അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നതായ അള്ളാഹുവിൻ്റെ അവകാശമാണത്. വഅമ്മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി അസ്സ വജൽ ഫഹഖ്ഖുൻ ഔജബഹുല്ലാഹു അലാ നഫ്സി. സൃഷ്ടികൾക്ക് കിട്ടാനുള്ളതായ അവരുടെ അവകാശം എന്താണ്? ഇത് അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധമാക്കിയ അള്ളാഹുവിൻ്റെ ബാധ്യതയാണല്ലോ. എന്താണത്? അല്ലാഹു യൂജിബു അലാ നഫ്സി മാ യശാ. അള്ളാഹു പല കാര്യങ്ങളും അവൻ്റെ മേൽ നിർബന്ധമാക്കും. അത് അള്ളാഹുവിന് എന്തുണ്ട്? അവകാശമുണ്ട്, അധികാരമുണ്ട്. വയുഹരിമു അലാ നഫ്സി മാ യശാ. അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ്റെ മേൽ അള്ളാഹു ഇഷ്ടമാക്കും. ചില ഹദീസുകളിൽ കാണാം, ബുൽമ അള്ളാഹു എൻ്റെ മേൽ എഴുതിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുപോലെ അള്ളാഹു ഇവിടെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന് മാത്രം ആരാണ് ഇബാദത്ത് ചെയ്യുന്നവർ, ശിർക്ക് ചെയ്യാത്തവർ, അവരെ ശിക്ഷിക്കുകയില്ല. ഇത് അള്ളാഹു അവൻ്റെ മേൽ അനിവാര്യമാക്കിയിരിക്കുന്ന അവൻ്റെ ബാധ്യതയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫഹഖ്ഖുഹു അലൈനാ അൻ നഅ്ബുദഹു വലാ നുശ്രിക ബിഹി ശൈആ. നമ്മുടെ മേലുള്ള ബാധ്യത അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാതിരിക്കുക. വവഅദനാ വഅദൻ. അപ്പോൾ അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വല്ലാഹു ലാ യുഖ്ലിഖുൽ മിആദ്. അള്ളാഹു നൽകുന്ന വാഗ്ദാനത്തെ അള്ളാഹു ലംഘിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, അത് പൂർണ്ണമായി സംഭവിച്ചിരിക്കും. ഒരു രീതിയിലും അതിലൊന്നുണ്ടാവുകയില്ല, ഒരു ലംഘനവും ഉണ്ടാവുകയില്ല. അല്ലാ യുഅദ്ദിബനാ ഇദാ അബദ്നാഹു വഹ്ദഹു ലാ ശരീക ലഹു. നമ്മെ ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. നാം അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, അവന് ശിർക്ക് ചെയ്യുന്നില്ല.
എന്നാൽ അള്ളാഹു ചെയ്യില്ല, അവരെ ശിക്ഷിക്കുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ നമുക്കുള്ളതായ വാഗ്ദാനമാണ്. ഇവിടെ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യം വലാ യക്ഫി അൽ ഇബാദ അൻ യഅ്ബുദൂ, അടിമകൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് മതിയാവുകയില്ല. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രം പോരാ. പിന്നെയോ അനിവാര്യമായും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അതിനേരവും നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്തും കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറകൾ നിർവഹിക്കുന്നുണ്ട്, മാതാപിതാക്കളെ നോക്കുന്നുണ്ട്, അയൽവാസികളോടുള്ള മര്യാദ ഇതെല്ലാം പാലിക്കുന്നുണ്ട്. പക്ഷേ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമില്ല. അപ്പം ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കണം, അതേപോലെ ചെയ്യാൻ പാടില്ല. ശിർക്ക് ചെയ്യാനും പാടില്ല എന്നുള്ളത് അതിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ഏതുപോലെ അള്ളാഹു പറഞ്ഞതുപോലെ ഫഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, വലാ തുശ്രികൂ ബിഹി ശൈആ, ഒരു വസ്തുവിനെയും അവരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പങ്കുചേർത്താൻ പാടില്ല. അപ്പോൾ ഫൽ ഇബാദത്തു മഅ വുജൂദി ശിർക്കി വൽ കുഫ്രി ലാ തഖ്ഫ, ഒരാ ശിർക്ക് ചെയ്യുന്നതിനോടുകൂടെ കുഫർ ചെയ്യുന്നതിനോടുകൂടെ ഉള്ള ഇബാദത്ത് ഒരു രീതിയിൽ പ്രയോജനം ചെയ്യുകയില്ല. ഒരാൾ ഇബാദത്ത് ചെയ്യുമെന്ന് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ശിർക്കും കുഫറും ഉണ്ടെങ്കിൽ അത് പ്രയോജനം ചെയ്യാത്ത ഇബാദത്താണ്. ഫൽ മുശ്രികൂന യഅ്ബുദൂന അല്ലാഹ അസ്സ വജൽ, മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, അള്ളാഹു ഇബാദത്ത് ചെയ്യുമായിരുന്നു. മുശ്രിക്കീങ്ങൾ അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നില്ല. ബിഇബാദത്തിൻ കതീറ, ധാരാളം ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. ഇത് വിളിക്ക ദുആഇ, പ്രാർത്ഥന പോലെ. അള്ളാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് വഇദാ ഗശിയഹും മൗജുൻ കൽദുലൽ, അവരെ പർവ്വത സമാനമായ തിരമാലകൾ വന്ന് മൂടിയാൽ. So it's very so you know. അപ്പോൾ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പർവ്വത സമാനമായ അല്ലെങ്കിൽ വലിയ മേഘം കണക്കെയുള്ള തിരമാലകൾ അവരെ വന്ന് മൂടിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരെന്ത് ചെയ്യും, ഇഖ്ലാസോടെ ഇബാദാത്തുകൾ മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് ദുആ ചെയ്യും. ഫലമ്മ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ്, അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യുമ്പോൾ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തുമ്പോൾ ഫമിൻഹും മുഖ്തസിദ്, അവരിൽ ചില ആളുകൾ നീതി പാലിക്കുന്നവരാണ്, എന്ത് ചെയ്യില്ല, അവർ നന്ദി പുലർത്തുകയും പിന്നീട് ശിർക്ക് ചെയ്യാത്ത ആളുകളുണ്ട്. വമാ യജ്ഹദു ബി ആയാത്തിന ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, എന്നാൽ നമ്മുടെ ആയാത്തുകളെ വഞ്ചന കാണിക്കുന്നവരല്ലാതെ, നന്ദികേട് കാണിക്കുന്നവരല്ലാതെ നിഷേധിക്കുകയില്ല. അപ്പോൾ ചില ആളുകൾ അതിനെ എന്ത് ചെയ്യും, തള്ളിക്കളയും, ശിർക്ക് ചെയ്യും, കുഫ്ർ ചെയ്യും. അങ്ങനെ പലവിധം ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ മുശ്രിക്കീങ്ങളായ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. അവർ അള്ളാഹുവിനോട് മാത്രം ഇഖ്ലാസോടെ ദുആ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ചു എന്നത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, വിശ്വാസികൾ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൃഢമായ ബോധ്യത്തോടെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. പ്രത്യേകിച്ചും ദുആക്ക് ഉത്തരം നൽകപ്പെടാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങൾ വിശ്വാസികൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ഇവിടെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് ഉത്തരം നൽകി എന്ന് പറയാം. ശിർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇഖ്ലാസോടെ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു ചെയ്തു, ഉത്തരം നൽകി. പിന്നീട് വീണ്ടും അവരെയും ചെയ്തു, ശിർക്ക് ചെയ്തു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ആഖിറത്തിൽ വിശ്വസിക്കുന്ന, ശിർക്ക് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് വളരെ
സത്യമായ ഒരു കാര്യമാണ്. അത് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് വിശ്വാസികൾ. അപ്പോൾ ഇവിടെ ഈ ആയത്ത് കൊണ്ടുവന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും ദുആ ചെയ്യുമായിരുന്നു എന്ന് പഠിപ്പിക്കാനാണ്. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് അർപ്പിക്കുക എന്നുള്ളതിലല്ല പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതേപോലെ തന്നെ ഇബ്ലീസ് ദഅ അല്ലാഹു തആല, ഇബ്ലീസ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇബ്ലീസ് ധിക്കാരിയായി മാറി, കുഫ്ർ കാണിച്ചു. അതിനുശേഷം അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇബ്ലീസിനെ ആകാശലോകത്ത് പുറത്താക്കി. ഈ സമയത്ത് ദുആ ചെയ്യുന്നുണ്ട് ഇബ്ലീസ്. റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അതൂൻ. അല്ലാഹുവേ, എന്നെ നീ പെട്ടെന്ന് മരിപ്പിച്ച് കളയരുത്, എനിക്ക് എന്ത് ചെയ്യണം? സാവകാശം നൽകണം. എൻ്റെ റബ്ബേ എന്നാണ് ദുആ ചെയ്യുന്നത്. എൻ്റെ റബ്ബേ, എന്നെ നീ നശിപ്പിക്കരുത്, എനിക്ക് നീ സാവകാശം നൽകണം. ഖിയാമത്ത് നാൾ വരെയും എനിക്ക് നീ സാവകാശം നൽകണം. മനുഷ്യരെ വഴിപഴപ്പിക്കാൻ എന്ത് ചെയ്യണം? എന്നെ വിട്ടു ഓടണം എന്ന് പറഞ്ഞ് ആര് ദുആ ചെയ്യാണ്? ഇബ്ലീസ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഇബ്ലീസ് ദുആ ചെയ്യുന്നുണ്ട്. ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളതിലല്ല, ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിലല്ല, ശിർക്ക് ചെയ്യാതിരിക്കുക, കുഫ്ർ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രസക്തം. അതേപോലെ വകദാലിക അഖ്സമ ബിഇസ്സത്തില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ പ്രതാപത്തെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട് ഇബ്ലീസ്. ഖാല ഫബിഇസ്സതിക ലഉബിയന്നഹും അജ്മഈൻ. അള്ളാഹുവേ, നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? പറയുകയാണ്, ഞാൻ അവരെ മുഴുവൻ എന്ത് ചെയ്യും? വഴിപിഴപ്പിക്കും. അവിടെയും അള്ളാഹുവിനുള്ള വിശ്വാസം കൊണ്ടാണ് പറയണത്. അള്ളാഹു വിശ്വസിക്കുന്നുണ്ട്, അവൻ്റെ ഇസ്സത്തിനെ, അവൻ്റെ പ്രതാപത്തെ അംഗീകരിക്കുന്നുണ്ട്. വമഅ ദാലിക ലം യുദ്ഖിൽഹു ദാലിക ഫിൽ ഇസ്ലാം. അതിനോടുകൂടെ ഇബ്ലീസ് എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന പ്രാർത്ഥനകളോ ഈ വിശ്വാസമോ ഇബ്ലീസ് ഇസ്ലാമിൽ എന്ത് ചെയ്തില്ല? പ്രവേശിപ്പിച്ചില്ല. അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളുടെ പ്രാർത്ഥന അവർ മുസ്ലിമീങ്ങളാക്കിയോ? ഇല്ല. ലിഅന്നഹു ലം യുഖ്ലിസിൽ ഇബാദത ലില്ലാഹി വഹദ ലാ ശരീക ലഹ്. കാരണം എന്താണ്? അവർ ഇബാദത്തിനെ ഇഖ്ലാസ് കാണിച്ചില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തില്ല. അതിനോടുകൂടെ എന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തു, ശിർക്ക് ചെയ്തു എന്നുള്ളതാണ് അവർക്ക് സംഭവിച്ചത്. അത് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല, ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് ഇബ്ലീസ് കാഫിറായി മാറി. വദ്ദലീലു ഖൗലുഹു തആല, അപ്പോൾ ഇബ്ലീസ് കാഫിറായിരുന്നു എന്നുള്ളതിനുള്ള ദലീൽ ഇതാണ്. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഉസ്ജുദൂ ലി ആദം. മലായികത്തിനോട് നാം പറഞ്ഞ സന്ദർഭം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. ഫസജദു ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സുജൂദ് ചെയ്തു. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് നിരസിച്ചു. ഇബ്ലീസ് നിരസിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അങ്ങനെ കാഫിറായി മാറി. ഇത് വളരെ പ്രസക്തമായ ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പേരിലാണ് ഇബ്ലീസിനെ എന്ത് ചെയ്യണത്? ലഅനത്ത് ചെയ്യണത്. ആകാശലോകത്ത് നിന്ന് പുറത്താക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറയും. ആദം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പിതാവാണ്, ഒന്നാമത്തെ മനുഷ്യനാണ്. മനുഷ്യരുടെ പിതാവായ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ കൽപ്പനയെ ധിക്കരിച്ചു എന്നുള്ള കാരണത്താലാണ് കാഫിറായി മാറുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചോദിക്കുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ശപിക്കാനും ആട്ടി ഓടിക്കാനുമുള്ളതായ കാരണം മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനെന്ത് ചെയ്താണ്? മനുഷ്യർക്ക് വേണ്ടിയിട്ടായിരുന്നു അള്ളാഹു ചെയ്തത്, ഇബ്ലീസിനെ ലഅനത്ത് ചെയ്തത്. പക്ഷെ ഈ മനുഷ്യർ എന്ത് ചെയ്യുന്നു? ആർക്ക് വേണ്ടിയിട്ടാണോ അള്ളാഹു ഇബ്ലീസിനെ ശപിച്ചത്, ആ മനുഷ്യർ എന്ത് ചെയ്യുന്നു? ഇബ്ലീസുമായി കൂട്ടുകൂടും. എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യുന്നു? ധിക്കരിക്കുന്നു എന്നുള്ളത് വളരെ വിരോധാഭാസമായ കാര്യമാണ് എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന ഇബ്ലീസ് കാഫിറായി. ഇബ്ലീസ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെ അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ കുഫ്ർ ചെയ്തു എന്നുള്ള കാരണത്താൽ എന്ത് ചെയ്യുന്നില്ല? അത് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഫൽമർഉ ലാ യകൂനു മുസ്ലിമൻ വഹിദൻ ഇല്ലാ ഇദാ അബദല്ലാഹു വഹദ വലം യുശ്രിക് ബിഹി ശൈഅ. അതുകൊണ്ട് ഒരു മനുഷ്യൻ അവൻ മുസ്ലിമും മുവഹിദും ആകണമെങ്കിൽ എന്ത് വേണം? ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം. ശിർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുകയും വേണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഒരു ഫായിദ കൂടി മുസന്നിഫ് കൊണ്ടുവരുന്നുണ്ട്. ലാ യജൂസുൽ ഖസമു ബിഹഖില്ലാഹ്. അള്ളാഹുവിൻ്റെ ഹക്ക് കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനുള്ള ഹക്ക് ഏതാണെന്നാണല്ലോ ചോദിച്ചത്. അള്ളാഹുവിൻ്റെ അവകാശം ഏതാണെന്നാണ് ചോദ്യം. അള്ളാഹുവിൻ്റെ അവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്യാമോ? ചില ആളുകൾ അതിന് സത്യം ചെയ്യും. അള്ളാഹുവിൻ്റെ ഹക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു,
എന്ന് പറയും. ഇതെന്താണ്? ഇത് പാടില്ലാത്ത കാര്യമാണ്. കാരണം എന്താണ്? ലിഅന്ന ഹഖ്ഖല്ലാഹി ഇബാദത്തുഹു, അള്ളാഹുവിനുള്ള ഹക്ക് എന്താണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ അവകാശം. സൃഷ്ടിക്കാനുള്ള മേൽ ബാധ്യത അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. വ ഇബാദത്തുഹു മിൻ അഫ്ആലിൽ മഖ്ലൂഖി, ഇബാദത്ത് എന്നുള്ളത് ആരുടെ പ്രവൃത്തിയാണ്? മഖ്ലൂഖീങ്ങളുടെ പ്രവൃത്തിയാണ്, സൃഷ്ടികളുടെ പ്രവൃത്തിയാണെന്ത്? ഇബാദത്ത് എന്നുള്ളത്. ആ ഇബാദത്താണ് അള്ളാഹുവിൻ്റെ ഹക്ക്. വ അഫ്ആലുൽ ഇബാദി മഖ്ലൂഖത്തുൻ, മനുഷ്യരുടെ പ്രവർത്തികൾ അത് സൃഷ്ടിയാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ നിങ്ങളുടെ കർമ്മങ്ങളും ആര് സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഇബാദത്തുകൾ, കർമ്മങ്ങൾ സൃഷ്ടിയാണ്. സൃഷ്ടിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? സത്യം ചെയ്യാൻ പാടില്ല. വൽ ഖസമു യജിബു അൻ യകൂന ബിസ്മിൻ മിൻ അസ്മാഇല്ലാഹി ഔ സിഫതി ഔ മിൻ സിഫാതി, സത്യം ചെയ്യുമ്പോൾ അനിവാര്യമായും അത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാവൂ? സത്യം ചെയ്യാവൂ. അള്ളാഹുവിൻ്റെ നാമങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായിരിക്കണം. അവകളെ കൊണ്ട് സത്യം ചെയ്യാവൂ. സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹക്കിനെ മുൻനിർത്തി സത്യം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, യജൂസു അൻ തുഖ്സിമ ബികുല്ലി സിഫത്തിൻ മിൻ സിഫാത്തില്ലാഹി മാനവിയ്യ, അള്ളാഹുവിൻ്റെ എല്ലാ സിഫാത്തുകളെ കൊണ്ടും സത്യം ചെയ്യൽ അനുവദനീയമാണ്. അത് മാനവിയായ സിഫാത്തുകളാകാം. മാനവിയായ സിഫാത്തുകൾ എന്ന് പറഞ്ഞാൽ കയിൽമില്ല, അള്ളാഹുവിൻ്റെ ഇൽമു പോലെ അള്ളാഹുവിൻ്റെ ഇൽമിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്യുക. വഹയാത്തില്ല, അള്ളാഹുവിൻ്റെ ഹയാത്ത്, അവൻ ജീവിച്ചിരിപ്പിക്കുന്നവനാണ്, അവൻ്റെ ഹയാത്തിനെ കൊണ്ട്. വമാഷ് ബഹദർ, ഇതാണ് മാനവീയായ സുഫാത്തുകൾ എന്ന് പറയുന്നത്. എന്നാൽ അമ്മ സുഫാത്ത് ഗൈരിൽ മാനവീയല്ലാത്തതായ സുഫത്ത്, ഏതുപോലെ ഫലാ യജൂസു അൻ തുഖ്സിമ ബിഹ, അതുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ ഏതുപോലെ താൻ തഖൂൽ വയദില്ല, അള്ളാഹുവിൻ്റെ കൈ തന്നെ സത്യം എന്ന് പറയുന്നത് പാടില്ല. മാനവീയായതല്ല. മാനവീയായ സിഫാത്തുകൾ എന്താണ്? ഇൽമു പോലുള്ളതായ, അള്ളാഹുവിൻ്റെ ഹയാത്ത് പോലുള്ളതായ സിഫാത്തുകളാണ്. അള്ളാഹുവിൻ്റെ സമഅ പോലുള്ളതായ സിഫാത്തുകളാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് പോലുള്ള സിഫാത്തുകളാണ്. എന്നാൽ യദ് പോലുള്ള സിഫാത്തുകൾ കൊണ്ട് ചെയ്യാൻ പാടില്ല. അത് മാനവീയായതല്ല, ആശയപരമായതല്ല. അങ്ങനെയുള്ളതായ സിഫാത്തുകൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊണ്ട് സത്യം ചെയ്യുക എന്നൊന്നും പാടില്ല. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്. അമ്മ വജ്ഹുല്ലാഹി, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സത്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വജ്ഹ് കൊണ്ട് സത്യം ചെയ്യുമ്പോൾ ഉഖ്സിമു ബിവജ്ഹില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വജ്ഹ് കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്തല്ല? അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നുള്ള സിഫത്തല്ല ഉദ്ദേശിക്കപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ ദാത്ത് തന്നെയാണ്. നമ്മൾ നമസ്കരിക്കുമ്പോഴെന്ന് പറയില്ലേ, വജ്ഹകത്തു വജ്ഹിയ, എന്നെ മുഖം തിരിച്ചു എന്നുള്ളതല്ല അർത്ഥം. എന്താണ്? ഞാൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർ ദാത്താണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതല്ലാതെ മാനവീയല്ലാത്തതായ സിഫാത്തുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? സത്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഫായത എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, അള്ളാഹുവിനുള്ള അവകാശം, സൃഷ്ടികളുടെ മേലുള്ള അവരുടെ മേലുള്ള ബാധ്യത എന്താണ്? സൃഷ്ടികൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത, അല്ലെങ്കിൽ അള്ളാഹുവിനെ ലഭിക്കാനുള്ള അവകാശം എന്താണ് എന്ന് ചോദിച്ചാൽ, സൃഷ്ടികൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് അള്ളാഹു എന്ത് ചെയ്യില്ല? അവർ ശിക്ഷിക്കുകയില്ല എന്നുള്ളത്. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. അള്ളാഹു കാര്യങ്ങൾ എല്ലാവരും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നാം അവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.